ഇവിടെ എന്തുട്ട പ്രശ്നം? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഈഗിള് ഇന്നലെ ലൈവ് സ്ട്രീമിൽ വന്നിട്ട് എന്ത് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. അപ്പൊ അതിനെ കുറച്ച് എന്റെ ഒരു വ്യൂ പോയിന്റ്സും തോട്ട്സും പറയാനാണ്. ഞാൻ തീരുമാനിക്കും ഇവിടെ എന്താ ശരിയെന്ന്. എന്തിനാണ്ട ഇങ്ങനെ ആൾക്കാരെടുത്ത് ചീത്തയാക്കാൻ വേണ്ടി ജീവിക്കണത്? അനുവിൻ എന്റെ ടീഷർട്ട് കമ്പനിയിലെ ഇൻവെസ്റ്ററാണ്, മനസ്സിലായോ? പുള്ളിയുടെ പേഴ്സണൽ കാര്യം, പുള്ളിയുടെ അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യം എനിക്ക് കാണാം. അപ്പൊ ഇതാണ് സംഭവം. കണ്ട അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നി. ഈഗിൾ എന്നെ മുന്നേ ഒരു സ്ട്രീമില് അൻവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആൾ എന്റെ ഒരു ടീഷർട്ട് കമ്പനിയുടെ ഇൻവെസ്റ്റർ ആണ് എന്ന്. നിനക്ക് അബദ്ധം പറ്റി, എനിക്കറിയാം. യു ആർ ഇൻ എ ട്രാപ്പ്. പറ്റിയത് പറ്റി. ഈ അൻവി എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഒരു സ്കാമർ ആയിട്ടാണ് കാണുന്നത്. ആൾ സ്കാം ചെയ്ത പൈസ നേരെ ഇതില് ഇൻവെസ്റ്റർ ആണ് ഈഗിൾ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു? കേട്ടോടാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇവിടെ എന്താ പ്രശ്നം? നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ഒരു രജിസ്ട്രേഷൻ തീരാത്ത കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത്? ഒരു രജിസ്ട്രേഷൻ തീരാത്ത കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെ എടുക്കും? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ചോദ്യം ന്യായം. അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഈ അപ്പൊ ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ നിനക്ക് കിട്ടിയതൊന്നും പോരല്ലടാ. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? മറുപടി കൊടുത്ത ഒരാള് എന്തുകൊണ്ട് ഉത്തരം മുട്ടുമ്പോ ലീഗലായിട്ട് പോയിന്റെ ആവശ്യം? ഫുൾ ടൈം ചൊറിഞ്ഞോണ്ടിരിക്കും, പിന്നെ കുരിശാവും. നീ അധികം വിളയേണ്ട മോനെ. ഇതിന് പകരം വെച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് തമ്പീന്നല്ല. വ്യക്തമായി സോഷ്യൽ മീഡിയ തന്നെ മറുപടി കൊടുക്കണ. തന്റെ അഭിപ്രായം ആരോടോ ചോദിച്ചത്? ഇയാളുടെ തലയ്ക്ക് വല്ല തകരാറുണ്ട്.